ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടുഡേ ഹിന്ദു വൊക്കാബുലറിയാണ്. ഹിന്ദു എഡിറ്റോറിയൽ ബേസ്ഡ് വൊക്കാബുലറീസസ് ആണ്. ഇത് SSC IB സെറ്റ് പോലുള്ള എക്സാമുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ ഗുഡ് ക്വാളിറ്റി ഓഫ് ഇംഗ്ലീഷിനും അത്യാവശ്യം നല്ല ഒരു സാധനമാണ് ഡെയിലി ഹിന്ദു വൊക്കാബുലറീസ് എന്ന് പറയുന്നത്. ഓക്കെ, 20 ഡിസംബർ 2020 ബേസ്ഡ് എഡിറ്റോറിയൽസിൻ്റെ വേർഡ്സസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 6 ആണ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് വേർഡ്, കാൺ സീ ദ വേൾഡ് ഫോർ ദ ട്രീ. കാൺ സീ ദ വേൾഡ് ഫോർ ദ ട്രീ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്. Unable to understand a situation clearly because you are too involved it എന്നുള്ളതാണ്. നമുക്കൊരു സാധനം ഉണ്ട്, ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും വ്യക്തമായി കാണാൻ കഴിയില്ല. അതിൽ നിന്നിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അണേബിൾ ടു അണ്ടർസ്റ്റാൻഡ് എ സിറ്റുവേഷൻ ക്ലിയർലി ബിക്കോസ് യു ആർ ടു ഇൻവോൾവ്ഡ് ഇറ്റ്. നമ്മളും അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും കാണാൻ കഴിയില്ല. ആണ് കാൺ സീ ദ വുഡ് ഫോർ ദ ട്രീ എന്നുള്ളത്. ഓക്കെ, ഇത് ഒരു ഹെഡിങ് ആണ്. ക്യാൻ ഹെഡ്ലൈൻസ് മിസ്സസ് ദ വുഡ് ഫ്രം ദ ട്രീ എന്നുള്ള. ഓക്കെ, വുഡ്സ് ഫ്രം ദ ട്രീ. അക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അക്വസിഷൻ അടുത്ത വേർഡാണ്. അക്വസിഷൻ നൗൺ ആണ്. ആൻ അസറ്റ് ഓർ ആൻ ഒബ്ജക്റ്റ് ബ്രോട്ട് ഒബ്റ്റൈൻ ടിപ്പിക്കലി ബൈ ലൈബ്രറി ഓർ മ്യൂസിയം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു എയർപോർട്ട് പണിയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്ഥലം വാങ്ങും, ഒരാളെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങും. അതിനെയൊക്കെ നമ്മൾ അക്വസിഷൻ എന്നാ പറയുക. അക്വസിഷൻ എയർപോർട്ട് പണിയണമെങ്കിലും റോഡ് പണിയണമെങ്കിലും അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലം വാങ്ങും, ആൾക്കാരുടെ അടുത്ത് നിന്ന് സ്ഥലം വാങ്ങും. അതിനാണ് അക്വസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. Last week, the Supreme Court of India gave its ruling in 2 cases. One concerning the inauguration for Central Vista in New Delhi, and the second concerned the land acquisition for Chennai-Salem Expressway in Tamil Nadu. Land acquisition. Okay, അതാണ് നമ്മൾ എക്സ്പ്രസ് വേ വാങ്ങാനുള്ള സ്ഥലം പിടിച്ചെടുക്കുന്നതിനാണ്, പിടിച്ചെടുക്കുക എന്നുള്ളതിനാണ് അക്വസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. കാവിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിംഗ് ആണ്. സ്പെസിഫിക് സ്റ്റിപ്പുലേറ്റഡ് കണ്ടീഷൻ ഓർ വാണിംഗ് എന്നുള്ളതാണ്. ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടീനെ വാൺ ചെയ്യുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു എഗ്രിമെൻറ്റ് വാങ്ങി, ഒരു എഗ്രിമെൻറ്റിൽ ഇടപെടുകയാണെങ്കിൽ അതിലുള്ള പ്രൊവിഷ്യോ എന്ന് പറഞ്ഞാൽ ഓരോരോ എന്താ പറയുക കരാറുകളും അതേപോലെ എഗ്രിമെൻറ്റിൽ എഴുതിയ സാധനം വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നതിനെയാണ്, വാണിംഗ് കൊടുക്കുന്നതിനെയാണ് കാവിയേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നൗണാണ്. എക്സാമ്പിളാണ്. ഇറ്റ് അറ്റാച്ച്ഡ് കാവിയേറ്റ്സ് ടു ദ റൂളിംഗ്. Some reader felt that the headline failed to capture the court's reservations എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലായല്ലോ. ഇറി എന്ന് പറഞ്ഞാൽ ആങ്കർ എന്നാണ് അർത്ഥം. ഈറടിക്കുക എന്നുള്ളതിനെ ആലോചിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ എന്താ? നൗണാണ്. ആങ്കർ ആവുക. ഇമേജ് കണ്ടാൽ നമുക്കറിയാം ഒരാൾ ആങ്കർ ആയ അവസ്ഥയാണ് കാണുന്നത്. അടുത്ത വേർഡാണ് ഡിമോളിഷൻ എന്നാണ് തകർന്ന് വീഴ്ത്തുക എന്നുള്ള. ബാർബറി മസ്ജിദ് ഡിമോളിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ന്യൂസിൽ കേൾക്കും. അതാണ് ഡിമോളിഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, തകർന്ന് വീഴുക അല്ലെങ്കിൽ തകർക്കുക എന്നുള്ളതൊക്കെ ഒരു മീനിങ് ആണ് ഇതിനുള്ളത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിളിലേക്ക് കിടക്കാം. ഈ സെഡ് ദ മെയിൻ ട്രസ്റ്റ് ഓഫ് ദ കോർട്ട് റൂളിംഗ് വാസ് ഇറ്റ്സ് with the government, the rush and finally the stay order
on any construction or demolitions of existing structure. കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിമോളിഷൻ്റെ ഇതിൽ ഗവൺമെൻറ്റിൻ്റെ കേസിൽ കോർട്ട് ദേഷ്യത്തിലായിരുന്നു എന്നുള്ളൊരു മീനിങ്ങാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റിലേക്ക് കിടക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് ഇംപ്രമിറ്റ്വർ. ഇംപ്രമിറ്റ്വർ എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺസ് അതോറിറ്റേറ്റീവ് അപ്രൂവൽ. ഇപ്പോൾ വിസ അപ്രൂവ് ചെയ്യുന്നത് ആലോചിച്ചാൽ മതി. ഇംപ്രമൈറ്റ്വർ എന്ന് പറഞ്ഞാൽ വിസ അപ്രൂവ് ചെയ്യണ ആലോചിച്ചാൽ മതി. എന്താണ്? ഒരു അതോറിറ്റി അപ്രൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇംപ്രമൈറ്റ്വർ എന്ന് പറയുന്നത്. ഇംപ്രമൈറ്റ്വർ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഓക്കെ, ഇത് ആലോചിച്ചാൽ മതി. ഈ ഇമേജ് നോക്കിയാൽ നമുക്കതിൽ നിന്നിട്ട് കാര്യം മനസ്സിലാവും. പോർട്രേ എന്ന് പറഞ്ഞാൽ എന്താ? പോർട്രേ എന്ന് പറഞ്ഞാൽ ഡെപിക്റ്റഡ്, ഓക്കെ, ഒരു വെർബാണ്. ഡെപിക്റ്റ് ഇൻ എ വർക്ക് ഓഫ് ആർട്ട് ഓർ ലിറ്ററേച്ചർ. ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ ഒരു ആർട്ടായിട്ട് ഡിപ്പിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഇമേജ് കാണിച്ചിരിക്കുന്നത്. ആ ഇമേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇത് ഒരു ആർട്ട് വരച്ചതാണ് എന്നുള്ളത്. ആ വരച്ചത് തന്നെ നമുക്ക് മനസ്സിലാവും ഡിപ്പിക്റ്റഡ് ആയിട്ടുള്ളതാണ് പോർട്രേ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഹിന്ദുസ് ഹെഡ്ലൈൻ ഇൻസ്റ്റഡ് പോർട്രേറ്റഡ് എ പിക്ചർ ഉണ്ടോ? പോർട്രേറ്റഡ് എ പിക്ചർ. ദ കോർട്ട് ഗ്രാൻഡഡ് ഇൻ പ്രമേറ്റ്വർ ടു ദ പ്രൊജക്റ്റ് വിച്ച് ഈസ് ഇൻകറക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഹിന്ദു പോർട്രേറ്റഡ് പിക്ചർ ദ കോർട്ട് ഗ്രാൻഡ് ഇൻ പ്രമേറ്റ്വർ. ഇൻ പ്രമേറ്റ്വർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രൂവൽ അല്ല, ഓതൻറ്റിക് അപ്രൂവൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ വന്നത്. ടു ദ പ്രൊജക്റ്റ്. അബയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബയൻസ് എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ് ഓഫ് ടെമ്പററി ഡിസ്യൂസ് ഓർ സസ്പെൻഷൻ. ഒരു ടെമ്പററി ഡിസ്യൂസ് ഓർ സസ്പെൻഷനെയാണ് നമ്മൾ എന്താ പറയുന്നത്? എന്താ പറയുക? അബയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അബയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്ത ഇമേജ് സസ്പെൻഷനിലായ ഒരു പോലീസ് ഓഫീസറുടെ കാര്യമാണ്. അതല്ല ശരിക്കും അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. സസ്പെൻഷൻ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടതാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു പാർലമെൻറ്റിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്താണ് ബഡ്ജറ്റ് സെക്ഷനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് സെക്ഷനിൽ കുഴപ്പമുണ്ടെങ്കിൽ നമ്മളതൊരു ടെമ്പററി ആയിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ വേർഡ്. ടെമ്പററി ആയിട്ടൊരു സസ്പെൻഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഇൻ അബയൻസ് പറഞ്ഞാൽ വെറുതെ ഒന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്ത് വേറെ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ്. അഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നൗണാണ്. നൗൺ. ഈ ഇമേജ് നോക്കിയാൽ അറിയാം, ഈ ഒരു എൻജിനീയർ ഒരു കാര്യത്തിന് ഒരു അഷുറൻസ് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും. ഈ അഷുറൻസും ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പുട്ട് ഇൻ കമൻറ്റ്. ഓക്കെ, എ പോസിറ്റീവ് ഡിക്ലറേഷൻ ഇൻറ്റൻഡഡ് ടു ഗിവ് കോൺഫിഡൻസ്, എ പ്രോമിസ്. ഇപ്പോൾ ഒരാൾ സങ്കടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അയാളെ തോള് തട്ടിയിട്ട് ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നതിനെയാണ്. അങ്ങനെയും പറയാം നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. ഒരു എൻജിനീയർ ഈ ബിൽഡിങ് പൊളിഞ്ഞാടൂല എന്നുള്ളൊരു അഷുറൻസ് കൊടുക്കുന്ന പരിപാടിയും ആലോചിക്കാം നമുക്ക്. ഓക്കെ, എ പോസിറ്റീവ് ഡിക്ലറേഷൻ ഇൻറ്റൻഡഡ് ടു ഗിവ് കോൺഫിഡൻസ്, എ പ്രോമിസ് എന്നുള്ള. ഓക്കെ, ഇനി എക്സാമ്പിളിലേക്ക് കിടക്കാം. Should it focus on the bench reservation or its permission to the government to go ahead with foundation stone laying ceremony based on government assurance that it would keep in abeyance the construction or demolitions of building and shifting of tree in the central vista area for now. എന്താണ്? അഷുറൻസും ഗവൺമെൻറ് അഷുറൻസും അതേപോലെ അഷുറൻസ് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൺസ്ട്രക്ഷനോ ഡിമോളിഷനോ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, ആലോചിച്ചാൽ മതി. ലീവേ എന്ന് പറയുന്ന അടുത്ത വേർഡാണ്. ലീവേ എന്ന് പറഞ്ഞാൽ എന്താ? ദ എമൗണ്ട് ഓഫ് ഫ്രീഡം ടു മൂവ് ഓർ ആക്ട് that is available.
ദ എമൗണ്ട് ഓഫ് ഫ്രീഡത്തിനെയാണ് നമ്മൾ ലീവേ എന്ന് പറയുന്നത്. കണ്ടോ, ഇപ്പോൾ ഈ ഒരു കപ്പലിന് ഏത് ഡയറക്ഷനിലും പോകാനുള്ള ഫ്രീഡം ഉണ്ട്, അതിനാണ് നമ്മൾ ലീവേ എന്ന് പറയുന്നത്. എങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഫ്രീഡത്തിനാണ് നമ്മൾ ലീവേ എന്ന് പറയുന്നത്. ഈ കപ്പലിന് എങ്ങോട്ട് മൂവ് ചെയ്യാം, കണ്ടോ. ഓക്കെ, the headline had to reflect the leeway provided to the executive by the court. leeway freedom എന്നുള്ളതാണ് ശരിക്കും leeway. reflected the leeway provided, freedom provided executive by the court എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവിന് ഉള്ള ഫ്രീഡം എന്നുള്ളതാണ്. ഓക്കെ, വെൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലെയിം ഓർ സസ്പീഷൻ ഓർ ഷോ പ്രൂവ് ടു റൈറ്റ് ആൻഡ് റീസണബിൾ. ഇപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് വെച്ച് നമ്മളൊരു സാധനം പ്രൂവ് ചെയ്യാണ്. ഇപ്പോൾ ഒരു കോർട്ടിൽ വെൻഡിക്കേറ്റ് ചെയ്യുക, ഒരു കേസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. വെൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തെളിയിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. വെൻഡിക്കേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, റീസണബിൾ ഓർ ജസ്റ്റിഫൈഡ്. വെൻഡിക്കേറ്റഡ് എന്നാൽ തെളിയിക്കുക എന്നുള്ളൊരു മീനിങ്ങാണ്. എക്സ്പെരിമെൻറ്റ് വെച്ചിട്ടാണ് നമ്മളൊരു കാര്യം തെളിയിക്കുക ചെയ്യുക. സയൻസിൻ്റെ വേ അങ്ങനെയാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള മൂവ്മെൻ്റാണ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളാണ് ദ ഫാക്ട് ദാറ്റ് പ്രൈം മിനിസ്റ്റർ വെൻഡ് എ ഹെഡ് വിത്ത് സെറിമണി ഓൺ December 10th വെൻഡിക്കേറ്റഡ് ദ sharp lines and which Srivastava emphasized the wrong part of the report. The fact that Prime Minister went ahead with the ceremony on December 10th vindicated the sharp lines which vindicated എന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത വേർഡാണ് പ്രൊഫൗണ്ട്. പ്രൊഫൗണ്ട് അഡ്ജക്റ്റീവാണ്. ഓഫ് എ സ്റ്റേറ്റ്, ക്വാളിറ്റി ഓർ ഇമോഷൻ, എ വെരി ഗ്രേറ്റ് ഓർ ഇൻറ്റൻസ്ഡ് എന്നുള്ളതാണ്. വെരി ഗ്രേറ്റ് ആൻഡ് ഇൻറ്റൻസ്ഡ് എന്നുള്ളതാണ് എന്താണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതേപോലെ ഒരുപാട് വിവരമുള്ളൊരു മനുഷ്യനെയും കൂടി നമ്മൾ പ്രൊഫൗണ്ട് എന്ന് പറയും. ഓക്കെ, ഹാവിങ് ഷോയിങ് ഗ്രേറ്റ് നോളേജ് ഓർ ഇൻസൈറ്റ്. ഇപ്പോൾ അബ്ദുൽ കലാമിൻ്റെ ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അബ്ദുൽ കലാമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അബ്ദുൽ കലാം നല്ല വിവരമുള്ളൊരു മനുഷ്യനാണ്. അതേപോലെ അബ്ദുൽ കലാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അബ്ദുൽ കലാം നല്ല വിവരമുള്ളൊരു മനുഷ്യനാണ്. അതേപോലെ തന്നെ നല്ല റെസ്പെക്റ്റുള്ള ആളാണ്, ഗ്രേറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. അത് ആലോചിച്ചാൽ മതി. പ്രൊഫൗണ്ട് എന്ന് വെച്ചാൽ അബ്ദുൽ കലാം ആലോചിച്ചാൽ മതി. എന്താ വെച്ചാൽ ഹാവിങ് ഓർ ഷോയിങ് ഗ്രേറ്റ് നോളേജ് ഓർ ഇൻസൈറ്റ് എന്നുള്ളതാണ്. ഹാവ് എ ബെയറിങ് ഓൺ. ഹാവ് എ ബെയറിങ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ഹാവ് എ ബെയറിങ് ഓൺ എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ഓർ ഇൻഫ്ലുവൻസ് എ ഡിസിഷൻ, യൂഷ്വലി യൂസ്ഡ് ഇൻ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഇമേജ് കാണിച്ച ഗ്രൂപ്പിൽ ഒരാൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഇപ്പോൾ BJP നോക്കുകയാണെങ്കിൽ മോഡിക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ആ ഇൻഫ്ലുവൻസ് ബേസ് ചെയ്തായിരിക്കും മെയിനായിട്ടുള്ള ഡിസിഷൻസൊക്കെ എഫക്റ്റ് ആവുന്നത്. അതിനെ എഫക്റ്റ് ചെയ്തിട്ടായിരിക്കും. അതാണ് ഹാവ് എ ബെയറിങ് ഓൺ എന്ന് പറഞ്ഞാൽ. ടു ആക്ട് ഓർ ഇൻഫ്ലുവൻസ് എ ഡിസിഷൻസ്, യൂഷ്വലി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഫ്ലുവൻസ് കിട്ടുന്നതാണ്. ഓക്കെ, ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളിലേക്ക് എടുക്കാം. ദ എക്സിക്യൂട്ടീവ്സ് ഗോസ് ഓൺലി ബൈ ദ ബൈൻഡിങ് പാർട്ട് ഓഫ് ദ റൂൾ, ഫുൾ സ്റ്റോപ്പ്. The advice given by the court and open court observation, however profound, have little bearing on the decision of the government. ലിറ്റിലും ലിറ്റിലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രൊഫൗണ്ട് ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഹവർ പ്രൊഫൗണ്ട് ദ ലിറ്റിൽ ബെയറിങ് ഓൺ ഇൻ ആൻഡ് ലിറ്റിൽ ഇൻഫ്ലുവൻസ് എന്നുള്ളൊരു മീനിങ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത വേർഡ് അബ്ഡിക്കേറ്റ്.
അബഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിനൗൺസ് വൺസ് ത്രോൺ. റിനൗൺസ് വൺസ് ത്രോൺ എന്നുള്ളതാണ് അബഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം. രാജകസേരയിൽ നിന്ന് ഇറങ്ങിപ്പോണ അവസ്ഥ, അഥവാ എന്താ പറയുക, രാജിവെക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് അബഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഓക്കെ. ദ ഡൈ ഈസ് കാസ്റ്റ്. ദ ഡൈ ഈസ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇഡിയമാണ്. ദ ഡൈ ഈസ് കാസ്റ്റ് എന്നുള്ളതിൻ്റെ മീനിങ് എന്താ? An event has happened or a decision have been taken that cannot be changed. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ പല ജഡ്ജ്മെൻറ്റും ചില സമയങ്ങളിൽ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഡിസിഷൻ എടുത്തു അത് ചേഞ്ച് ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ്. ഓക്കെ, അതാണ് ഞാനിവിടെ ഇമേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇൻ എക്സാമ്പിളാണ്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് other arms of constitution have checked and balanced role and they cannot abdicate it in favor of wish of the executives. എക്സിക്യൂട്ടീവ്സിൻ്റെ ഫേവറിനനുസരിച്ച് നമുക്കത് അത് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവിടെ അബ്ഡിക്കേറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദ ഹെഡ്ലൈൻസ് ഫോർ ന്യൂസ് പേപ്പർ മസ്റ്റ് റിഫ്ലക്റ്റ് ഹൗ ദ ഡൈ ഈസ് കാസ്റ്റ് റാദർ ദാൻ ഹൗ ദ ഡൈ ഓട്ട് ടു ബി കാസ്റ്റ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഡൈ ദി ക്ലാസ് മാറ്റാൻ കഴിയാത്ത അവസ്ഥ എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത വേർഡാണ് ഗ്രാൻഡിയോസ്. ഗ്രാൻഡിയോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്രസീവ് ആൻഡ് ഇമ്പോസിങ് അപ്പിയറൻസ് ഓർ സ്റ്റൈൽ, എസ്പെഷ്യലി പ്രിറ്റൻഡിഷ്യസ് ആൻഡ് അതേപോലെ തന്നെ കൺസീവിങ് വെരി ഗ്രാൻഡായ അവസ്ഥയാണ്. കണ്ടോ, ഗ്രാൻഡായ അവസ്ഥ. അതേപോലെ ഇമ്പ്രസീവ് ആയിട്ടുള്ള അവസ്ഥ. ഈ സിറ്റിയിലെ ഈ ബിൽഡിംഗ് കണ്ടില്ലേ, എന്ത് ഗ്രാൻഡായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് എന്നുള്ളത്. ഇപ്പോൾ താജൊക്കെ ആലോചിച്ചാൽ ഗ്രാൻഡിയോസ്, പൈസക്കാർക്കുള്ള ഒരു ക്വാളിറ്റി മാതിരിയാണ് ഗ്രാൻഡിയോസ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഹൈ ലെവൽ സ്റ്റാൻഡേർഡ്, അതേപോലെ അംബിഷ്യസ് സ്കെയിലുള്ള അവസ്ഥ തന്നെയാണ്. താജ് ഹോട്ടലൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. അടുത്തത് റെൻഡേർഡ്. റെൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെൽറ്റ് ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ദ ഇമ്പ്യൂരിറ്റീസ്. അവിടെ ഇപ്പോൾ ഈ എന്താ പറയുക, അരിയിട്ടിട്ട് ഇതിലാക്കൂലേ, എന്താ പറയുക, മുറത്തിലിട്ടിട്ട് തട്ടിയിട്ട് നമ്മൾ അതിന് ഇമ്പ്യൂരിറ്റീസ് വേർതിരിക്കുന്ന ഒരു ഇമേജാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇമ്പ്യൂരിറ്റീസ് മാറ്റുക എന്നുള്ളതാണ്, വേറൊന്നുമല്ല. ഓക്കെ, റെൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് മാറ്റുക. പിന്നെ വേറൊരു റെൻഡേർഡും കൂടി ഉണ്ട്. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ റെൻഡ് ചെയ്യുന്നൊരു പരിപാടിയും കൂടി ഉണ്ട്. റെൻഡ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഓക്കെ, ഫാറ്റി അക്കംപ്ലായ്. അടുത്ത വേർഡാണ് ഫാറ്റി അക്കംപ്ലായ്. അക്കംപ്ലിഷ്ഡ് ഫാക്റ്റ് എന്നാണ് അതിനർത്ഥം. സംതിങ് ദാറ്റ് ഓൾറെഡി ഒക്കേർഡ്. ഡൺ ചെയ്തു. അതാണ് നമ്മൾ ഫാറ്റി അക്കംപ്ലൈഷ്ഡ് എന്നാൽ ഓൾറെഡി an fact accomplished, something that has already occurred എന്നുള്ളത്. അല്ല, ഇതിൽ അക്കംപ്ലിഷ് ചെയ്തു, മിഷൻ അക്കംപ്ലിഷ്ഡ് ആലോചിച്ചാൽ മതി. ഫാറ്റി അക്കംപ്ലിഷ്ഡ് ആൻ ഓൾറെഡി ആൻ അക്കംപ്ലിഷ്ഡ് ഫാക്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. എക്സാമ്പിൾ നോക്കാം. ഇൻ ദ കേസ് ഓഫ് West, the newspaper opinion its editorial fresh visa. December 9th spoken the weakest link in our democracy, healthcare. How the proposed project may appear to be grandiose to stricken citizen. The editorial the road taken tends on Chennai Salem Expressway explain how the court ruling may have rendered the project a fatty accomplice. Okay, ഇതാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ബ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിവിയർലി ഡിട്രിമെൻ്റൽ എഫക്റ്റ് ഉണ്ടോ. ഇപ്പോൾ
ഇപ്പോൾ അതേപോലെ തന്നെ പ്ലാന്റ് ഡിസീസസ് ആണ് ഇതേമാതിരിയുള്ള പ്ലാന്റ് ഡിസീസസിൽ നിന്നിട്ട് നമുക്കൊരു വേറെ മീനിങ്ങും കൂടി വരുത്തുക അതിന് ബ്ലൈറ്റ് എന്നുള്ളത്. ബ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കേട് വരുന്ന അവസ്ഥ അഥവാ ഡിസ്ട്രക്ഷൻ നടത്തുന്ന അവസ്ഥേനെയാണ് ഡിട്രിമെൻ്റൽ എഫക്റ്റ്. ഡിസ്ട്രക്ഷൻ നടക്കുക അല്ലെങ്കിൽ കേടാവുന്ന അവസ്ഥേനെയാണ്, കേടാക്കുന്നതിൻ്റെ അവസ്ഥേനെയാണ് ബ്ലൈറ്റ് എന്ന് പറയുന്നത്. ഉണ്ടോ, ജന്തുക്കൾ തിന്ന് ആകെ കൊളാക്കിയ അവസ്ഥ, അതാണ് ബ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിളിലേക്ക് എടുക്കാം. ദ ഗവൺമെൻറ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ടാസ്ക് ഓഫ് റെഡ്യൂസിങ് ദ ബ്ലൈറ്റ് ഓഫ് അവർ നേഷൻ. ബ്ലൈറ്റ് ഓൺ അവർ നേഷൻ, ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇതേമാതിരി കേടായ അവസ്ഥേനെയാണ്. ഓക്കെ, ഇമേജ് ഓർത്തിരുന്നാൽ മതി. കോയ് എന്ന് പറഞ്ഞാൽ എന്താ, എ കോയ്. കോയ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നിഷ്കളങ്കമായിട്ടുള്ള അവസ്ഥ. മേക്കിംഗ് പ്രിട്ടൻസ് ഓർ ഷൈ മോഡസ്റ്റ്ലി വിച്ച് ഇൻറ്റൻഡഡ് ടു അലൂറിങ്. അലൂറിങ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ള. ഓക്കെ, എസ്പെഷ്യലി വുമൺസിൻ്റെ ബ്യൂട്ടിഫുള്ളായി പെറ്റിന് ഷൈയും മോഡസ്റ്റും കാരണം കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവുന്ന അവസ്ഥേനെയാണ് കോയ് എന്ന് പറയുന്നത്. അതേപോലെ റിക്ലൻ ടു ഗിവ് ഡീറ്റെയിൽ അബൌട്ട് റിഗാർഡ് ദ സെൻസിറ്റീവ്. അതേപോലെ നമ്മൾ റിക്ലൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്, എന്തിന് ഡീറ്റെയിൽസ് കൊടുക്കാൻ റിക്ലൻ്റായ അവസ്ഥ, അതിൻ്റെ പ്രോബ്ലം കാരണം അതിന് കോയ് എന്ന് പറയും. ഓക്കെ, ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആർ കോയ് അബൌട്ട് സേയിങ് ഔട്ട് ലൗഡ് ആൻഡ് പ്രൗഡ്. കോയ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് അത് കൊടുക്കാനുള്ള എന്താ പറയുക ബുദ്ധിമുട്ട് എന്നുള്ള മീനിങ് ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ്, ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആർ കോയ് അബൌട്ട് സേയിങ് ഇറ്റ് അബൌട്ട് ലൗഡ് ആൻഡ് പ്രൗഡ് എന്നുള്ളതാണ് പറയുന്നത്. ലില്ലി ലിവേർഡ് പറഞ്ഞാൽ വീക്കായിട്ടുള്ള അവസ്ഥ, വീക്ക് ആൻഡ് കവേർഡ്ലി എന്ന് പറയുന്നത് ധൈര്യമില്ലാത്ത അവസ്ഥ എന്നുള്ളതിനാണ് കവേർഡ്ലി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നായനെ കണ്ടാൽ അറിയാം, ഒരു സാധനം കണ്ട് പേടിച്ച് നിൽക്കുന്ന ഒരു നായൻ്റെ ഇമേജാണ് ഇവിടെ കൊടുത്തത്. ലിവേർഡ് ഇതാണ്. ഓക്കെ, പ്രീവിയസ് അതിൻ്റെ എക്സാമ്പിളാണ്. ദ പ്രീവിയസ് ഗവൺമെൻറ് മേ ഹാവ് ട്രൈഡ് ബട്ട് ദേ അൾട്ടിമേറ്റ്ലി ഇൽ-ലിവേർഡ്. ദേ ഓൺലി ഹാഫ് ഡിഡ് ഓർ പാർട്ട് ഡിഡ് ആൻഡ് ദെൻ ഫാൾ ഇൻ ടു ദ ടാപ്പ് ഓഫ് ട്രൈയിങ് ടു പ്ലീസ് ദ പീപ്പിൾസ് എന്നാണ്. അപ്പോൾ ഇതിന്ന് എക്സാമ്പിളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും ഈ വേർഡിൻ്റെ സെൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, സെബോട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ, വെർബാണ്. വെർബ് ഡെലിബറേറ്റ്ലി ഡിസ്ട്രോയ് ഓർ ഡാമേജ് ഓർ ഒബ്സ്ട്രക്റ്റ് എന്നുള്ളത്. ഒരു കാരണമില്ലാതെ പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി അഡ്വാൻറ്റേജസ്. പൊളിറ്റിക്കൽ നമ്മളെവിടെ തന്നെ നോക്കിയാൽ അറിയാം, സമരം നടന്നാൽ KSRTCൻ്റെ ചില്ലൊക്കെ അടിച്ച് പൊട്ടിക്കുന്നത് സെബോട്ടേജിൻ്റെ എക്സാമ്പിളാണ്. സെബോട്ടേജ് പറഞ്ഞാൽ എന്താ, ഡെലിബറേറ്റ്ലി ഡിസ്ട്രോയ്ഡ് ആൻഡ് ഡാമേജ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, because we need them to be global champion. Examples ആണ്, without letting what the people of India want to get in the way for too long, people needed have sabotages India and grand ambitions. Okay, sabotaged India's grand ambitions എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നുള്ളതാണ് sabotage എന്ന് പറഞ്ഞ അർത്ഥം. പിന്നെ ഹീഡ് പറഞ്ഞാൽ എന്താ, പേ അറ്റൻഷൻ ടു എന്നാൽ ഒരു കാര്യം അറ്റൻഷനായി കേൾക്കുക. അതിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കേട്ടോ, അറ്റൻഷനായിട്ട് കേൾക്കുക, ഒരു കാര്യം വൃത്തിയിൽ കേട്ട് മനസ്സിലാക്കുക എന്നുള്ള, നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഫെക്കേഡ് എന്താണ്, ദ പ്രിൻസിപ്പൽ ഫ്രണ്ട് ഓഫ് ബിൽഡിംഗ് ദാറ്റ് ഫേസസ് ടു ദ സ്ട്രീറ്റ് ഓർ ഓപ്പൺ സ്പേസ്. ഡിസപ്റ്റീവ് ഔട്ട്വേർഡ് അപ്പിയറൻസിനാണ് നമ്മൾ ഫെക്കേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ബിൽഡിങ് നോക്കിയാൽ അറിയാം, ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രീറ്റിൻ്റെ നടുവിൽ നടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുൻഭാഗത്തെയാണ് നമ്മൾ ഫെക്കേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളിലേക്ക് എടുക്കാം. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് 4 years you are to pay no heed to vast majority of the population who did not vote for you. If you actually believe in the democracy,
you would, till the time the next election come around, you maintain the facade of democracy and hollow cut in political institutions. അപ്പോൾ ഇതിൽ ഹീഡ് എവിടെ? ഹീഡും ഉണ്ട്, ഫെക്കേഡും ഉണ്ട്. ഓക്കെ, ഫെക്കേഡ്. ഇനി അടുത്ത ക്രിപ്പിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിപ്പിൾഡ് സിവിയർലി ഡാമേജ് ഓർ മാൽ ഫങ്ഷൻ. ഇപ്പോൾ ഈ കുട്ടിയുടെ കാല് കണ്ടില്ലേ, ഡാമേജായി അല്ലെങ്കിൽ മാൽ ഫങ്ഷനായി. ക്രിപ്പിൾഡ് എന്ന് പറഞ്ഞാൽ സിവിയർലി ഡാമേജ് ഓർ മാൽ ഫങ്ഷനിങ് എന്നാണ്. While shouting about the evils of corruption, you bring the mother of corruption, encouraging legislation with electoral bond. ഇലക്ടോറിയൽ ബോണ്ടിൻ്റെ കറപ്ഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സിൻസ് ദ ചെക്ക് ആൻഡ് ബാലൻസ് ആർ ക്രിപ്പിൾഡ്, നോ വൺ ക്യാൻ എഫക്റ്റീവ്ലി ചലഞ്ച് ദ ലോ ലീഗലി എന്നാണ്. ഓക്കെ, അപ്പോൾ ക്രിപ്പിളിൻ്റെ അവസ്ഥ മനസ്സിലായല്ലോ. യെസ്. പസ്കി എന്ന് പറഞ്ഞാൽ എന്താ? കോസിങ് അനോയിങ്. ഇപ്പോൾ ഈ പട്ടീൻ്റെ ചുറ്റും കുറേ വണ്ടുകൾ പോകുന്നുണ്ട്, അപ്പോൾ പട്ടിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകുന്നു, അനോയ് ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അതാണ് പെസ്കി എന്ന് പറയുന്നത്. ഓക്കെ, പെസ്കി എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അനോയ്. ഇൻ ദ മീൻ ടൈം ദാറ്റ് പെസ്കി ഇമ്പോർട്ടൻറ്റ് ഫ്രോം ദ വെസ്റ്റ്, from the west that demand democracy in degrading the nicely and rapidly. Pesky എന്ന മീൻ ടൈം ദാറ്റ് ഇറിറ്റേറ്റ് ഉപയോഗിക്കുക അവിടെ. ഇറിറ്റേറ്റ് ഇമ്പോർട്ടൻറ്റ്, പസ്കി എന്നുള്ള ഇറിറ്റേറ്റ് ആക്കാം. ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ വെസ്റ്റ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ബോയൻസി. ബോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബോയ്സ് എന്ന് പറഞ്ഞാൽ ബോയൻസി എന്ന് പറഞ്ഞാൽ ബോയൻസി എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാവുന്ന അവസ്ഥയാണ് ബോയൻസി എന്നുള്ളതാണ് ശരിക്കും ഈ വേർഡ് ഉണ്ടാവാൻ കാരണം. ബോയ്സ് എന്നുള്ള വേർഡ് ഫ്ലോട്ട് ചെയ്യാൻ കഴിയുന്ന എബിലിറ്റീനെയാണ് ബോയ്സ് എന്ന് പറയുന്നത്. ഹിപ്പോക്രാറ്റ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു മനുഷ്യനല്ല, ഒരു നല്ല മുഖമൊക്കെ ആയിരിക്കും, പക്ഷേ മനസ്സിൽ മോശം കാര്യമായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതാണ് ഹിപ്പോക്രാറ്റ് എന്ന് പറഞ്ഞാൽ. ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേസ്ഡ് ഓൺ ഓർ ഹാവിങ് ഫാൾട്ട് ജഡ്ജ്മെൻറ്റ്. മിസ്റ്റേക്സ്. ഗോഡ് ഓഫ് ഡെല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഒരു സാധനം ഉണ്ട്, അതിന് തന്നെ മനസ്സിലാക്കാം. നമ്മൾ വിചാരിക്കുന്നതല്ല, മിസ്റ്റേക്കണാണ്. ബേസ്ഡ് ഓൺ ഹാവിങ് ഫാൾട്ട് ജഡ്ജ്മെൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഡെല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫാൾട്ട് ജഡ്ജ്മെൻറ്റ് ഇല്ലാത്തൊരു സാധനമാണ്, പക്ഷെ ഉണ്ട് നമ്മൾ വിശ്വസിച്ച് പോവുകയാണ് പലപ്പോഴും. അതൊരു ഫാൾട്ട് ജഡ്ജ്മെൻറ്റാണ്. ഓക്കെ, ഡെല്യൂഷൻ. എക്സാമ്പിൾ നോക്കാം. ദ തിങ് ഈസ്, ദ റെജിമെൻ ഈസ് ബോയ്ഡ് ബൈ എ ക്രീമി ലെയർ. ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പാലിങ്ങനെ കടയുമ്പോൾ മുകളിലൊരു സാധനം പൊങ്ങി വരൂലേ, അതാണ് ക്രീമി ലെയർ എന്ന് പറയുന്നത്. പൊങ്ങിക്കിടക്കുന്ന ക്രീമി ലെയർ. Self-serving hypocrites and delusion trickle down addict in various positions of power and wealth. Okay, the trying is a regimen is buoyed by a creamy layer of self-serving hypocrites and delusion trickle down addiction in various positions of power and wealth. കോംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലിസിറ്റ് ഒരു അഡ്ജക്റ്റീവാണ്. ഇൻവോൾവ്ഡ് വിത്ത് other in an activity that is unlawful, morally wrong എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ക്രൈം നടന്ന അതിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, അത് മോറലി ശരിയായിട്ടില്ലാത്തൊരു പരിപാടിയാണ് others active that is unlawful or morally wrong എന്നുള്ള. കോംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്ഡ് വിത്ത് അതർ ഇൻ എനി ആക്ടിവിറ്റി ദാറ്റ് അൺലോഫുൾ ആൻഡ് മോറലി റോങ്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, അത് മോറലി റോങ് ആണ്, അതിനാണ് കോംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
Actually, you could say the rule and their various galiters are in the position they are, doing what they are because of this thick strata of complicit and unquestioning upper and middle class. Okay, complicit and unquestioning middle class. ടൂസിൽ എന്ന് പറഞ്ഞാൽ എന്താ? ടൂസിൽ എ വിഗറസ് സ്ട്രഗിൾ ഓർ സ്കഫിൾ ടിപ്പിക്കലി ഇൻ ഓർഡർ ടു ഒബ്റ്റൈൻ അച്ചീവ് സംതിങ്. ചെറിയ ഒരു അടി, എന്താണ് ഒരു സാധനം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതാണ് ഇവിടെ ഇമേജ് കാണിച്ചിരിക്കുന്നത്. മാനുകൾ തമ്മിൽ തല്ലുകൂടുന്നത് അതൊരു അച്ചീവ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് ടുസിൽ എന്ന് പറഞ്ഞാൽ. ചെറിയ ഒരു ഫൈറ്റ്. ഓക്കെ. ബാറ്റിൽ ഫോർ ബംഗാൾ ഓൺ ദ വെസ്റ്റ് ബംഗാൾ ഹോം മിനിസ്റ്റർ ടൂസിൽ എക്സാമ്പിളാണ്. ഓക്കെ. കൺഫോണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കൺഫോണ്ടേഷൻ എ ഹോസ്റ്റൈൽ ആർഗ്യുമെൻറ്റേറ്റീവ് സിറ്റുവേഷൻ ഓർ മീറ്റിംഗ് ബിറ്റ്വീൻ ഓപ്പോസിങ് പാർട്ടി. ഇപ്പോൾ ടി വിയിൽ നമ്മൾ ചർച്ച കണ്ടാൽ തന്നെ അറിയാം, എപ്പോഴും ഓപ്പോസിറ്റ് പാർട്ടികൾ തമ്മിൽ കൺഫോണ്ടേഷൻ ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻസസ് ഉണ്ടാവും. അതിനാണ് കൺഫോണ്ടേഷൻ. ഒരു മീറ്റിങ്ങിൽ ആണ്. രാജ്യസഭയിൽ നോക്കിക്കഴിഞ്ഞാലും ഉണ്ടാവും, മന്ത്രിസഭയിൽ നോക്കിക്കഴിഞ്ഞാലും ഇത് കാണാൻ കഴിയും, കൺഫോണ്ടേഷൻ. എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ റാപ്പിഡായിട്ടുണ്ടാവുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ എസ്കലേഷൻ ഓർക്കണമെങ്കിൽ എസ്കലേറ്റർ ആലോചിച്ചാൽ മതി. എസ്കലേറ്റർ എപ്പോഴും മുകളിലേക്കല്ലേ പോകുന്നത്. റാപ്പിഡ് ഇൻക്രീസ് ആണ്, അതും ഇൻറ്റൻസ്ഡ് ആയിട്ടുള്ള. എസ്കലേറ്റിംഗ് ടെറർ എന്നൊക്കെ പറയും. എസ്കലേറ്റിംഗ് പ്രൈസ് എന്ന് പറയും. ഓക്കെ. ദ അപ്പോയിൻമെൻറ്റ് എക്സാമ്പിളാണ്. ദ അപ്പോയിൻമെൻറ്റ് ഓഫ് 3 IPS ഓഫീസേഴ്സ് ഓഫ് ദ വെസ്റ്റ് ബംഗാൾ കേർഡ് to various posts by Union Home Minister on Thursday has escalated the confrontation between the state and center. സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ തമ്മിലുള്ള കൺഫോണ്ടേഷൻ ഉണ്ടായി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ബ്ലേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഡൺ ഓപ്പൺലി അൺഷെയിംലി. ഇപ്പോൾ ഇതിൽ ഒരു മന്ത്രി ഉണ്ട്, ആ മന്ത്രി കൈക്കൂലി വാങ്ങുകയാണ് എന്ന് വിചാരിക്കുക. കൈക്കൂലി പബ്ലിക്കായി വാങ്ങുകയാണ്, എന്നാലും എന്താ പറയുക ഒരു ഷെയിമും ഇല്ലാത്തൊരവസ്ഥയിൽ കൈക്കൂലി വാങ്ങുക, അതേപോലെ വർത്തമാനം പറയുക. അതാണ് ബ്ലേറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓപ്പണായി ചെയ്യുക, ഓപ്പണായിട്ട് അത് ഒരു ഷെയിംനെസ്സും ഇല്ലാതെ ചെയ്യുന്നതിനെയാണ് ബ്ലേറ്റൻറ്റ് എന്ന് പറയുന്നത്. Chief Minister Mamata Banerjee has termed the deputation order dispute despite the state objection a colorable exercise of power and blatant misuse of emergency provisions of IPS Code Rule 9054 എന്നാണ്. ഒരു ഉളുപ്പില്ലാത്തതെന്നൊക്കെ പറയാം മലയാളത്തിൽ ആണ്. ഇനി ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ എ സബ്ജക്റ്റ് ഓർ ഇഷ്യൂ വിച്ച് ദർ ഈസ് കണ്ടിന്യൂ ഡിസഗ്രിമെൻറ്റ്. ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ കേരളവും ഇതും തമ്മിലുണ്ടായ ഒരു അടി, രണ്ട് ഭാഗത്തും ഡിസഗ്രിമെൻസസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന കുഴപ്പങ്ങളെയാണ് ബോൺ ഓഫ് കണ്ടൻഷൻ. അതിൻ്റെ ഒരു ചർച്ച വരികയാണ്. രണ്ട് ഭാഗത്തും ഒരു തർക്കം എന്ന് പറയാം. ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു തർക്കം എന്ന് പറയാം. ഇഡിയമാണ്. ഓക്കെ. ആഫ്റ്റർ ദ എലക്ഷൻ ദ CM restored all official to their previous posts. The center schemes Ayushman Bharat, Pradhan Mantri Kisan Samman Nidhi are also a bone of contention. ഉണ്ടോ? ഇതൊക്കെ ഒരു വല്ലാത്തൊരു പ്രശ്നമുള്ള സാധനമാണ്, തർക്കമാണ് എന്നുള്ളതാണ് സെൻട്രൽ സ്കീംസിന്. ബോൺഹോമി ഓക്കെ. ബോണോമി എന്ന് പറഞ്ഞാൽ എന്താ? ബോണോമി ചിയർഫുൾ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിനാണ്. അതായത് ഫ്രണ്ട്ലി ആയിട്ടുള്ള അവസ്ഥ, ചിയർഫുൾ ഫ്രണ്ട്ലിനെസ്, ഫ്രണ്ട്സ് ആവുന്ന അവസ്ഥയാണ് ബോണോമി എന്ന് പറഞ്ഞാൽ. ബോണോമി പറഞ്ഞാൽ ഫ്രണ്ട്സ് ആവുന്ന അവസ്ഥേനെയാണ് ബോണോമി എന്ന് പറയുന്നത്. ഓക്കെ. ബോണോമി പറഞ്ഞാൽ ഫ്രണ്ട്സ് ആവുക.
It is a key opportunity for India, which had played majority roles. Okay. Major roles in Bangladesh liberation in 1971 to revive the bonomi and address the issue affecting the partnership. ബംഗ്ലാദേശ് ഇന്ത്യ ബോണോമീനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പോൾ അത് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, it is a key opportunity for India, which had played major roles in Bangladesh liberation in 1971 to revive the bonomi and address the issues adverse affecting the partnerships. ഇനി അടുത്ത വേർഡാണ് ഇമ്പറേറ്റീവ്സ്. ഇമ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. വെള്ളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണല്ലോ, അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ഇമേജ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? ഇമ്പറേറ്റീവ് ആയിട്ടുള്ള അവസ്ഥ, ക്രൂഷ്യൽ ആൻഡ് വൈറ്റൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയ സംഭവത്തിനാണ് ഇമ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ബ്ലോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോർട്ട് ഓർ സ്ട്രെങ്തൻ. സ്ട്രെങ്തൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്ലോസ്റ്റർ ചെയ്യുക. ബ്ലോസ്റ്റർ ചെയ്യുക പറഞ്ഞാൽ എന്താ? റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുക എന്നുള്ള മീനിങ് ആണ്. അതേപോലെ എക്കണോമി സ്ട്രോങ് ആക്കുക എന്ന് പറഞ്ഞാൽ ബ്ലോസ്റ്റർ ദ എക്കണോമി എന്ന് പറഞ്ഞാൽ എക്കണോമി സ്ട്രോങ് ആക്കുക എന്നുള്ള മീനിങ് ആണ്. അതേപോലെ ബ്ലോസ്റ്റർ ദ ടെക്സ്റ്റൈൽ സ്ട്രക്ചർ, ടെക്സ്റ്റൈൽ സെക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. എന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള മീനിങ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ ഇമേജ് സ്ട്രെങ്തൻ്റേത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ എക്സാമ്പിളാണ്. സോ ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ് ഫോർ ഇന്ത്യ ടു ബ്ലോസ്റ്റർ ടൈ വിത്ത് ദിസ് all weather friends, and there may not be a better time to do so than when Bangladesh is to celebrate the golden jubilee of its independence. ആണ്. ഓക്കെ, മീനിങ് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, പ്രോസ്ക്രിപ്ഷൻ. പ്രോസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ ആക്ഷൻ ഓഫ് ഫോർബൈഡിങ് സംതിങ്, അഥവാ ബാൻ ചെയ്യുക. ബാൻ ചെയ്യുന്നതിനെയാണ് പ്രോസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, the party is free to engage in political activity in Jammu and Kashmir. There is no proscription. ഒരു ബാനും ഇല്ല. ലഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹയാണ് ഈ ഇപ്പോൾ എന്ത് ജമ്മു കാശ്മീരിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, നോ പ്രോസ്ക്രിപ്ഷൻ, നോ റെസ്ട്രിക്ഷൻ എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. ഓക്കെ, ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീവൻസ് കംപ്ലൈൻ്റ് ആണ്. എ റിയൽ ഓർ ഇമാജിൻഡ് കോസ് ഫോർ കംപ്ലൈൻറ്റ്, എസ്പെഷ്യലി അൺഫെയർ ട്രീറ്റ്മെൻറ്റ്. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ ഗ്രീവൻസ് റിഡ്രസൽ സെൻറ്റർ എന്നൊക്കെ കേട്ടിട്ടില്ല. അതേമാതിരി ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലൈൻസസ് ആണ്, കംപ്ലൈൻസ്. എക്സാമ്പിളിലേക്ക് കിടക്കാം. വൺ ഓഫ് ദീസ് ഫസ്റ്റ് തിങ് ഐ നോട്ടീസ്ഡ് വാസ് ദാറ്റ് the ordinary citizen had no platform to express grievance. ഓർഡിനറി സിറ്റിസന് കംപ്ലൈൻറ്റ് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരമില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.